ഇനി നല്ല അടിപൊളി ഒരു ലഞ്ച് റെഡിയാക്കി എടുക്കട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ വറ്റിച്ചതും അതുപോലെ തന്നെ വഴുതനങ്ങ വെച്ചിട്ട് നല്ലൊരു മെഴുക്ക് വരട്ടിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ കുക്കിംഗ് പുതിയ പാത്രത്തിലാണ് കേട്ടോ. ഇത് ഇൻഡസ്വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ സൈറ്റിൽ നിന്ന് നമുക്ക് അയച്ചു തന്ന പാത്രങ്ങളാണിത്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കോംബോ കുക്കർ സെറ്റ് ആണ് കേട്ടോ. 3 പാത്രങ്ങളുണ്ട്, ഒരു ഫ്രൈ പാൻ ഉണ്ട്, ഒരു സോസ് പാൻ ഉണ്ട്, ഒരു കടായി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാ പുതിയ പാത്രങ്ങളിലാണ് ഇന്നത്തെ കുക്കിംഗ്. പാത്രങ്ങളൊക്കെ ഞാൻ നല്ലോണം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ പുതിയ സോസ് പാൻ അടുപ്പത്ത് വെച്ചാൽ പാല് കാച്ചാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പാലൊക്കെ തിളപ്പിച്ചത് മാറ്റി വെച്ചു. ഇനി ഇതാ വഴുതനങ്ങ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു മെഴുക്ക് വരട്ടിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ചില കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒന്നും ഈ വഴുതനങ്ങനോട് വലിയ ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ. അപ്പൊ ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഇഷ്ടമില്ലാത്തവരും കഴിച്ചു പോകും. അപ്പൊ ഇതാ വഴുതനങ്ങ ഞാൻ നീളത്തിലാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളത്തിക്കാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ അതിന്റെ കറയൊക്കെ പോയിക്കോളും. പിന്നെ നമ്മൾ പുതിയ കടായി അടുപ്പത്ത് വെച്ചതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് ഇട്ട് പൊട്ടിച്ചെടുത്തു. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് അത് ഇട്ട് കൊടുത്തു. അതേപോലെ ഒരു 3-4 ചെറിയ ഉള്ളി എടുത്തിട്ട് ചതച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ ഒരു സ്പൂൺ ചില്ലി ഫ്ലക്സും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വഴുതനങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പൊ കണ്ടോ വഴുതനങ്ങന്റെ കറയൊക്കെ പോയപ്പോൾ നല്ല അടിപൊളി കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ വെള്ളത്തിന്റെ കളർ കണ്ടില്ലേ നിങ്ങള്. പിന്നെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് കേട്ടോ. എന്നിട്ട് ഇതാ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട, ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പൊ ഇതാ നമ്മള് വഴുതനങ്ങ മെഴുക്കുവരട്ടിയുടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങന്റെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ചെറുനാരങ്ങന്റെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ. ചെറുനാരങ്ങ പിന്നെ എന്ത് ഫുഡിന്റെ കൂടെ ചേർക്കുകയാണെങ്കിലും ടേസ്റ്റ് കൂടുതൽ കിട്ടൂലേ. ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവമാണ്. അങ്ങനെ അതാ ചെറുനാരങ്ങന്റെ നീരൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടോ. ഇനി നമ്മളെ മീനും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ മസാലപ്പൊടികളൊക്കെ ഇതാ ഒരു ഫ്രൈ പാനിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുതിയ ഫ്രൈ പാനിക്കാണ് കേട്ടോ. അതിലേക്ക് മുളക് പൊടി കാശ്മീരി മുളക് പൊടി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടിയും ഉപ്പൂട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്ത് പിന്നെ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തു. എന്നിട്ട് ഇതാ അതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനും ആ ഒരു മസാലയിൽ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ചേർത്ത് കൊടുക്കുക. ഏത് മീൻ വെച്ചിട്ടും ഇതേപോലെ ഉണ്ടാക്കട്ടോ. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ചില ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി തന്നെ ആവും. അപ്പൊ ഞാനിതാ മീനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളിവെള്ളം കൂടെ അതിന്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പൊ ഇതാ കുറച്ചു നേരം അടച്ചു വെച്ച് പിന്നെ തുറന്നു നോക്കിയപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ തോന്നും. പിന്നെ ഇങ്ങനെ നല്ല ചുമപ്പ് കാണുന്നത് നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടാണ് കേട്ടോ. അല്ലാതെ എരിവൊന്നും കൂടുതലില്ല. അപ്പൊ ഇതാ കണ്ടോ വേറെ കൂട്ടാനൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു ഇതൊന്നൊരു മീനും അതേപോലെ കുറച്ച് മീനിന്റെ ഗ്രേവിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. അങ്ങനെ ഇതാ ഞാൻ ചൂടോട് കൂടിയിട്ട് തന്നെ ഒരു പ്ലേറ്റിക്ക് ചോറ് വിളമ്പിയിട്ടുണ്ട്. അതേപോലെ നമ്മളെ മീനും ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഗ്രേവി ഒഴിച്ചു കൊടുത്തു. അതേപോലെ നമ്മളെ വഴുതനങ്ങ കൊണ്ടുള്ള മെഴുക്ക് വരട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൂട്ടിക്കുഴച്ച് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊന്നും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.